Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. So first of Good all, afternoon, sorry ma'am. for being late. Yeah, good afternoon. Okay, കുറച്ച് ലേറ്റ് ആയിട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയേ. ഓക്കെ, ക്ലാസ് എടുക്കാൻ ഇല്ലാഞ്ഞിട്ട് പോലും നിങ്ങൾ ഇത്രയും സ്റ്റുഡൻസ് എന്റെ വെയിറ്റ് ചെയ്തോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഓക്കെ, ലഞ്ച് കഴിച്ചോ എല്ലാവരും? ഇല്ലാന്ന് പറയൂ, പറയൂ, ഇല്ലാന്ന് പറയൂ. ഒരാളെങ്കിലും ഉണ്ടാവും കഴിക്കാത്തവര്. ആ ഉണ്ട്. Good afternoon, Marita. Ma'am, കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. എനിക്ക് ടൈം ഉണ്ടായിട്ടുണ്ട് കഴിക്കാൻ. മീറ്റിംഗ് ആയിരുന്നു. ശരിക്കും ആർക്കും പച്ച അല്ലെ സാഹചര്യം. ഓക്കെ, അപ്പൊ ഇതിനെന്താണ് ഇനി എന്താ ഞാൻ എടുക്കേണ്ടേ അത് പറയൂ. ഞാൻ പറഞ്ഞ ഇന്നത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോർഷൻസ് എല്ലാം നോക്കിയായിരുന്നു എല്ലാവരും? നോക്കി. മോട്ടിവേഷൻ വേണം. ഓ, നന്ദിനിക്ക് മോട്ടിവേഷൻ വേണമെന്ന്. അന്ന് മിസ്സാ പറഞ്ഞേ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുവായിരുന്നു. അയ്യോ, ഞാനത്ര മോട്ടിവേഷൻ സ്പീക്കർ ഒന്നും അല്ല കേട്ടോ. ചുമ്മാ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു. ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ ഇപ്പൊ എങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. ആ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും അല്ലെ? നമ്മളെല്ലാവരും സെയിം അറിയാലോ. വുമണാണ്, ഓക്കെ, സമ്മതിച്ചു. അത് മാത്രമാണോ? ഒരേ എന്താണ്, ഒരേ രീതിയിൽ ഒരേ പലയിലൂടെ പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഫാമിലി ലൈഫ് ആയിക്കോട്ടെ എല്ലാം അല്ലെ? അപ്പോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ എല്ലാവരും സംസാരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറവാണ്. ഞാൻ പൊതുവെ എന്റെ ക്ലാസ്സിൽ ഞാൻ സംസാരിപ്പിക്കാറുണ്ട്, പക്ഷെ എല്ലാവർക്കും എനിക്കറിയില്ല. കുറവായിരിക്കും. എല്ലാവരും പോർഷൻസ് എടുക്കുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു, പോകുന്നു. ആ ഒരു കൈൻഡ് ഓഫ് ടീച്ചിങ് ആയിരിക്കാം. മേ ബി ഞാൻ ആരെ കുറിച്ചും പറയുന്നില്ല. വേ ഓഫ് ടീച്ചിങ് ആണെങ്കിലും വേ ഓഫ് ബിഹേവിയർ ആണെങ്കിലും എല്ലാം ഡിഫറെന്റ് ആണ് കേട്ടോ. അത് ഓരോരുത്തർ അങ്ങനെയാണ്. സോ അവരെ നമ്മൾ അങ്ങനെ മാറ്റാനോ അതൊന്നുമില്ല. വ്യത്യാസമുണ്ട്. വി ആർ ഓൾ ഡിഫറെന്റ്. എല്ലാവരും ഡിഫറെന്റ് ആണ്. ഫിംഗർ പ്രിന്റ് വരെ ഡിഫറെന്റ് ആണ്. ആർക്കെങ്കിലും സെയിം ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഓക്കെ, പക്ഷേ ഇപ്പൊ സംസാരിക്കുന്നത്, ഇത് നമ്മൾ സംസാരിക്കുന്ന ഒരു ബിഫോർ എക്സാം അല്ലെ? എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണെന്ന് മാത്രം വിചാരിക്കുക. അത് മതി. കാരണം നമ്മുടെ പോർഷൻസ് എല്ലാം തീർന്നു. ഞാൻ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞു. എന്റെ ഡ്യൂട്ടീസ് ആസ് എ സബ്ജക്ട് ടീച്ചർ എന്റെ ഡ്യൂട്ടീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അതാരും കേൾക്കട്ടെ. ഞാൻ കംപ്ലീറ്റ് ചെയ്തോ? നിങ്ങൾക്ക് ഞാനെടുത്ത പോർഷൻസ് മനസ്സിലായി, ഇമ്പോർട്ടൻസ് മനസ്സിലായി. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ആസ് എ സബ്ജക്ട് ടീച്ചർ എന്ന നിലയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എന്തെങ്കിലും പറയൂ കേട്ടോ. ടു ബി ഓണസ്റ്റ്, ക്യാൻ സേ എനിത്തിങ് വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ഒന്നുമില്ലേ? സൈലന്റ് ആണോ? എന്താണത്? ഇല്ലെങ്കിലെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ പറയൂ? എന്തെങ്കിലും ഞാൻ എടുക്കാനുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും റിവിഷൻ ചെയ്യണോ? എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്തല്ലാണ്. എല്ലാവരും ഒപ്പീനിയൻ പറയൂ. ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ടായില്ല. ക്ലാസ്സിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വോയിസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തും പറയാനുള്ളൊരു വോയിസ് ഉണ്ട്. നമുക്ക് സംസാരിച്ചിരിക്കാം മിസ്സേ. അല്ല, ഞാൻ ചോദിച്ചാണ് എന്തെങ്കിലും ഞാൻ എടുക്കാനുണ്ടോ? ഞാനൊരു സബ്ജക്ട് ടീച്ചർ അല്ലേ? എല്ലാം കംപ്ലീറ്റ് ആയില്ലെന്ന് അറിയണ്ടേ? പോർഷൻസ് ഒക്കെ മിസ് കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് സംസാരിച്ചിരിക്കാം. ഞങ്ങള് ഇപ്പോ പഠിക്കാൻ എന്ത് എന്ത് മനസ്സിലായില്ല എനിക്ക്. ഞാൻ പോയിട്ട് വരാമല്ലോ? നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ട് വരാമല്ലോ? ഞാൻ അതൊക്കെ പറയുക എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും ഞങ്ങള് ഇപ്പൊ പഠിക്കാം, മിസ് പോയിട്ട് പിന്നെ ഓക്കെ, ശരി. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
അത് വേറെ ആളുടെ മെസ്സേജ് ആണ്. നിങ്ങൾക്ക് സംസാരിച്ചൂടെ ഈ ടെക്സ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട്? നിങ്ങൾക്കൊരു കാര്യമുള്ളൂ, ഞാൻ അതിലൊരു കാര്യം പറയാം. നമ്മള് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ ടെക്സ്റ്റിലൂടെയാണ്, ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ്. നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇനി നോട്ട് ചെയ്ത് നോക്കൂ. കാരണം നിങ്ങളിപ്പോ ആർക്കും ആവാട്ടോ, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നവരോടാണ് പറയുന്നത്, എല്ലാവരും ചെയ്യുന്നതാണ്, ശരി സമ്മതിച്ചു. ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുമ്പോ നിങ്ങൾ പറയുന്ന അതേ സെയിം ടോണിലായിരിക്കില്ല ആ മെസ്സേജ് റിസീവ് ചെയ്ത ആള് വായിക്കാം. മനസ്സിലായോ? അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംസാരിക്കുക, വോയിസ് റെക്കോർഡ് ചെയ്യുക, വോയിസ് ടെക്സ്റ്റ് ചെയ്യുക, അതൊക്കെയാണ് കുറച്ചൊരു ബെറ്റർ. കാരണം ഇപ്പൊ ശ്വേത പറഞ്ഞത് ചിലപ്പോ എനിക്ക് ശ്രദ്ധിച്ചോ, ശ്വേത പറഞ്ഞത് ചിലപ്പോ തമാശക്കായിരിക്കും, ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്ന് ആലോചിച്ച് നോക്കി, അത്രേ ഉള്ളൂ, വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും സംസാരിക്കണം, നമുക്ക് പറയാനുള്ള നമ്മൾ വായ തുറന്ന് പറയണം, ഇതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞത് ഷാനി പറഞ്ഞതിനാണ് കേട്ടോ, ശ്വേത പറഞ്ഞതിനല്ലേ. മിസ്സേ ഞാൻ പറഞ്ഞത് മിസ് എല്ലാം കവർ ചെയ്തില്ല ഓൾമോസ്റ്റ്. അപ്പൊ ഈ സമയം കൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാലോ. ഷാനി സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അതാണ് പറഞ്ഞത്. ഓ അങ്ങനെ ഓക്കെ. ഇപ്പൊ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? പറയണം എന്താണ് ഇഷ്യൂ ആണെങ്കിൽ. ഇപ്പോ എന്തായാലും 1:30 ആവുമ്പോഴത്തേക്ക് എല്ലാം കുഞ്ഞുങ്ങളുള്ള ആൾക്കാരെല്ലാം കുഞ്ഞുങ്ങളെ ഒന്ന് മാറ്റി നിർത്തി നമ്മൾ എന്താ പഠിക്കാനായിട്ട് ഇരിക്കുന്നതാ. അപ്പോ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞല്ലേ, അപ്പൊ നമുക്ക് അത് പഠിക്കാലോ ബാക്കിയുള്ള പോർഷൻസ്. അങ്ങനെ പറഞ്ഞു. ഓക്കെ. അപ്പോ വേറൊരു കാര്യം കൂടെ പറയട്ടെ, എല്ലാവരോടും കൂടി പറയാണ്, എനിക്ക് ക്ലാസ് ഇല്ല, എന്റെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. വേറെ എന്തെങ്കിലും തിരക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ എന്റെ ക്ലാസ്സിൽ പിടിച്ചിരുത്തുന്നില്ല ആരും. ഓക്കെ, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ക്ലാസ് ഒന്നും എടുക്കുന്നില്ല. അതിനുവേണ്ടി എല്ലാവരും തിരക്കുകൾ ഒരുപാട് പേര് ബിസി ആയിട്ടുണ്ട് അല്ലെ. 6 പേർക്ക് അല്ലാത്ത കാര്യങ്ങളില്ല, എല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റി വെച്ച് ക്ലാസ് കേൾക്കാൻ വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എനിക്ക് പറയാനുള്ളത്, ഇന്ന് എനിക്ക് പഠിക്കാൻ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എനിക്ക് പറയാനില്ല, എന്റെ എല്ലാം കഴിഞ്ഞു. സോ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഓക്കെ യു ക്യാൻ ലീവ് നൗ. ഓക്കെ, എനിക്ക് അതിന് വിഷയമൊന്നുമില്ല, എനിക്ക് അത് പ്രശ്നേ ഇല്ല, അതൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോ എന്തോ പറയാൻ വന്നു ഒരു വാങ്ങും. അപ്പോ നമ്മൾ എന്ത് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്ത് ഇഷ്യൂ ആണെങ്കിലും, ആര് തമ്മിലുള്ള എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, എന്ത് പ്രശ്നമാണെങ്കിലും അത് എന്താണെങ്കിലും, അത് നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അത് ഹാപ്പിനെസ് ആയിക്കോട്ടെ, സാഡ്നെസ് ആയിക്കോട്ടെ, ആങ്കർ ആയിക്കോട്ടെ, എനിത്തിങ്. നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉള്ളവരാണ് മനുഷ്യന്മാർ. ഈ ഇമോഷൻസ് എല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എക്സ്പ്രസ് ചെയ്യാം എന്താണെങ്കിലും. ഇപ്പൊ മക്കളാണെങ്കിലും മക്കളോടാണെങ്കിലും നമ്മൾ ചിലപ്പോ ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെടും, സ്വാഭാവികം മാത്രമാണ് അത്. അത് മതം നമ്മൾ എന്തായാലും ദേഷ്യപ്പെടും, ചിലപ്പോൾ തല്ലുകയും ചെയ്യും. അത് നമ്മുടെ ആ ടൈമിലുള്ളൊരു ദേഷ്യമാണ്. അത് വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, വേണം, അല്ലാതെ ആവശ്യത്തിന് വേണം, ഒന്നും ഓവറാകാതിരുന്നു. പക്ഷേ നമ്മൾ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു സങ്കടം വരും. ആ സങ്കടം വരുന്ന സമയത്ത് നമ്മൾ വേണ്ടായിരുന്നു എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്നതിനേക്കാളും ബെറ്റർ അവരോട് പോയി പറയാം, മോനെ ഞാൻ തല്ലിയത്, ഞാൻ പിഴഞ്ഞത് ഇതുകൊണ്ടാണ്, സോറി പറയാ. അത് അവിടെ തീർന്നു. കുട്ടിക്ക് മനസ്സിലാവും കുട്ടി എന്തിനാണ് അമ്മ പിണങ്ങിയത് എന്ന് കുട്ടിക്ക് മനസ്സിലാവും. കുട്ടി പിന്നെ ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യില്ല. അതാണ് കോൺവെർസേഷന്റെ ഇമ്പോർട്ടൻസ്, കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്തൊരു കാര്യവും നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. അത് അവരെന്ത് വിചാരിക്കും എന്നല്ല അത് നമ്മൾ നോക്കേണ്ടത്. ആ ഇഷ്യൂ നമ്മളത് എങ്ങനെ സോൾവ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോ ഹേർട്ട് ആയെങ്കിൽ അതെങ്ങനെ അതൊന്ന് പറയാൻ പോലെ ഒന്ന് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ഹാപ്പി ആക്കാൻ പറ്റും എന്ന് ചിന്തിക്കും. ഓക്കെ, അത് പറഞ്ഞു തീർക്കാം. എന്താണെങ്കിലും പറഞ്ഞു തീർക്കാൻ പറയില്ലേ, അതാണ് സംഭവം, പറഞ്ഞു തീർക്കാം. അത് ഈ ടെക്സ്റ്റ് മെസ്സേജും കണക്റ്റഡ് ആണ്. പറയാനുള്ളത് പറയാം, അത്രയും. അതെന്തും പറയും, നമുക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. എന്ത് പറയാം, അതും പറഞ്ഞ ഒരുപാട് അനാവശ്യങ്ങൾ വിളിച്ച് പറയാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. മറ്റുള്ളവരെ ഹേർട്ടാക്കാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ടോൺ ഉണ്ട്, നമുക്ക് ഒരുപാട് പല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന രീതി കുറച്ച് ചിരിച്ചുകൊണ്ടാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിരിച്ചോട് സംസാരിക്കുമ്പോൾ മിസ് ഓക്കെ കാമാണ് പോയതാണ്, ഫ്രണ്ട്ലി ആണ് സംസാരിക്കാൻ. പക്ഷെ എന്റെ രീതി എനിക്ക് മാറ്റാൻ പറ്റും അല്ലെ, കുറച്ച് സ്ട്രിക്റ്റ് ആവാം. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ എന്നോട് ബിഹേവ് ചെയ്യാ, തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ഞാൻ സ്ട്രിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിരിക്കുള്ളൂ. നിങ്ങൾ എന്നോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടോ നിങ്ങൾ സംസാരിക്കില്ല. ഇപ്പൊ കുറച്ച് പേര് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചെങ്കിൽ അത്
എന്റെ ബിഹേവിയറും കൊണ്ടാണ്. ശരിയാണോ? അല്ലാതെ ഞാൻ മിണ്ടാതിരിക്കുന്ന ഒരാള് ക്ലാസ്സിൽ വന്ന് പോർഷൻസ് എടുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല. എന്റെ പണി ടീച്ചിങ് ആണ്. ഞാൻ വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു. ഒരു ഗുഡ് മോർണിംഗ്, ഒരു താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിച്ച് പോകുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും എനിക്ക് മെസ്സേജ് പോലും വരില്ല, എന്നോട് അഡ്മിറ്റ് ചെയ്ത ഒരാളും സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുകയും സംസാരിക്കുകയും ചെയ്യില്ല. എന്തുകൊണ്ട്? മിസ് അത് എങ്ങനെ എടുക്കും എന്നറിയില്ല. കാരണം മിസ്സിന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. മിസ് ഞാനത് എക്സ്പ്രസ് ചെയ്ത ആ രീതി അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് ഓ മിസ് അത് ഭയങ്കര സീരിയസ് ആണ് എന്നാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്. അപ്പൊ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു അതാണ് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു വഴി, അല്ലെ? ദ ഓൺലി വേ. അപ്പോ നമ്മൾ എല്ലാം എക്സ്പ്രസ് ചെയ്യണം. ദേഷ്യമെങ്കിൽ ദേഷ്യം, സങ്കടമാണെങ്കിൽ അത്, ഹാപ്പിനെസ് ആണെങ്കിൽ അത്, എല്ലാം എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ? അതിൽ സങ്കടം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആർക്കും താല്പര്യമുള്ളതല്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എല്ലായിടത്തും കൊണ്ട് പോയി ഷെയർ ചെയ്യുമോ? അതിന്റെ ആവശ്യമില്ല. നമ്മൾ സങ്കടം പറഞ്ഞിട്ട് മറ്റുള്ളവരെ വിഷമിച്ചിട്ട് എന്താ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരാളുണ്ടാകും ആ സങ്കടങ്ങൾ ഷെയർ ചെയ്യാൻ, ഒരാള് മതി. പക്ഷെ ഹാപ്പിനെസ് അങ്ങനെയല്ല, സന്തോഷം അങ്ങനെയല്ല. സന്തോഷം നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാം. കാരണം ആ ഒരു നമ്മൾ പറയുന്ന ഒരു കാര്യം കൊണ്ട് മറ്റുള്ളവരെ ഹാപ്പി ആകുകയാണെങ്കിൽ എന്ത് രസാ, അല്ലെ? ഞാൻ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാകണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്റെ കാര്യം പറയുന്നു. നിങ്ങൾക്ക് അതിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ഓക്കെ? അത്രയേ ഉള്ളൂ. ഞാൻ വലിയൊരു കാര്യം, ഞാൻ എല്ലാം കൊണ്ടും ഇപ്പൊ ഈ ക്ലാസ്സിൽ ഈ 1 hour ഇരിക്കുന്ന ഞാനല്ല. അയ്യോ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ ഏതൊരു സിനിമയുടെ ഡയലോഗ് പോലും ഞാൻ ഇതെല്ലാം ആണെന്ന് പറയില്ല ഡയലോഗ്. അങ്ങനെയല്ല കേട്ടോ. 1 hour ഇപ്പൊ കാണുന്നുണ്ടല്ലോ എന്നെ. അത് തന്നെയാണ് ഞാനെന്ന് എനിക്ക് വിശ്വാസം. നിങ്ങൾക്ക് എന്ത് ഉറപ്പും? ഞാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് വേറെ സൈഡ് ഉണ്ട്, അല്ലെ? വേറെ സൈഡ് ഉണ്ട് എനിക്ക്. അത് പക്ഷേ കാണുന്നവർ വളരെ കുറവായിരിക്കുന്ന മാത്രം. പക്ഷെ എന്റെ ഈ സൈഡ് ആയിരിക്കും കൂടുതൽ എല്ലാവരും കാണാം. അതുകൊണ്ട് മോശം എല്ലാവരും എടുത്ത് കാണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ എഗ്രി ചെയ്യുന്ന ഒരാളെയല്ല. ആവശ്യമൊന്നുമില്ല. നമ്മുടെ സംഘടന നമ്മുടെയാണ്. പക്ഷെ നമുക്കത് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടാവും. അയാൾ ഷെയർ ചെയ്യുക, സോൾവ് ചെയ്യുക, സന്തോഷകരമാകണമല്ലോ. പിന്നെ ഒരാളോട് ദേഷ്യം തോന്നി. ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. മിസ് ഇപ്പോ ഇങ്ങനെ എടുക്കണ്ട, അല്ലെങ്കിൽ ചുമ്മാ സംസാരിച്ചിരിക്കണ്ട, മിസ് റിവിഷൻ ചെയ്യും, അതെനിക്ക് കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ അതെനിക്ക് ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒപ്പീനിയൻ പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്. ഓക്കെ? അത് ആരോടും പറയാം, എവിടെയും പറയാം, ആരോടും എന്തും ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ടോൺ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. റൈസ് ചെയ്ത് ചോദിക്കാം, കുറച്ചൊരു പൊളൈറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലാതെ കൂൾ ആയിട്ട് ചോദിക്കാം, ഫ്രണ്ട്ലി ആയിട്ട് ചോദിക്കാം, തമാശയിലൂടെ ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. ടോൺ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ? അതും ചിന്തിക്കേണ്ടതാണ്. ശരിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിദ്യ ഓക്കെ? ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫോളോ ചെയ്യൂ കേട്ടോ. കുറേയൊക്കെ നമ്മൾ മാറണം. കാരണം നമ്മൾ എങ്ങനെയായിരുന്നു എന്നതിലല്ല കാര്യം, ഇനി എങ്ങനെയാണ് എന്നതാണ്. ഇന്നലെ എന്തായിരുന്നു ഇത് വിട്ടേക്കാ. ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. പാസ്റ്റ് ഇസ് പാസ്റ്റ്, ലിവിങ് പ്രസന്റ്, ദാറ്റ്സ് ഓൾ. അതാണ് ഇമ്പോർട്ടന്റ്. ലിവിങ് പ്രസന്റ് എന്ന് പറയും ഇന്നത്തെ കൊണ്ട് ജീവിക്കണം എന്നല്ല. ഓക്കെ? നാളെയും ഉണ്ട് എന്നോർത്ത് ഇന്ന് ജീവിക്കാം. പക്ഷെ നാളെ ഉണ്ട് എന്നതിൽ എന്ത് ഉറപ്പുക? അതിലൊരു ഉറപ്പില്ല, ഗ്യാരണ്ടി ഇല്ല, അല്ലെ? ഒന്നിനും ഗ്യാരണ്ടി ഇല്ല. ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ എനിക്കുമോ അറിയില്ല. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുകയാണ്. ഈ ക്ലാസ് എടുത്തതിന് ശേഷം എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. മനുഷ്യൻ അത്രയേ ഉള്ളൂ. സോ കുറച്ചേ ഉള്ളൂ ലൈഫ്, വളരെ ഷോർട്ടാണ്. അതിനിടയിലാണ് ഈ പ്രശ്നങ്ങളും വഴക്കുകളും എല്ലാം. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കി. എല്ലാ മനുഷ്യരും ഒരേപോലെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റി എത്രയോ ബ്യൂട്ടിഫുൾ ആയിരിക്കും, അല്ലെ? ഞാൻ നിങ്ങളോട് പറഞ്ഞു മോണ്ടിസോർ എടുക്കുന്നുണ്ട്, ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സോ അതിൽ ഞാൻ കുട്ടികളോട് പറയുന്നു, കുട്ടികൾ മീൻസ് അവർ ടീച്ചേഴ്സ് ആണല്ലോ. ടീച്ചേഴ്സിനോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. വെച്ച് നിങ്ങളോട് പറയുന്നതിനേക്കാളും കൂടുതൽ കാര്യം എനിക്ക് അവരോട് സംസാരിക്കാനുണ്ടാവും. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഒരു സൊസൈറ്റിയില് സൊസൈറ്റി ആയിക്കോട്ടെ, സൊസൈറ്റി എടുക്കാം. ഇപ്പോ നമ്മളെല്ലാവരും ഒരു സൊസൈറ്റിയാണ്, ശരിയല്ലേ? ഓരോ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കൊടുത്തതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ? ഓരോ ഇൻഡിവിജ്വലും വരുന്നത് ഓരോ വീട്ടിൽ നിന്നാണ്, അല്ലെ? അവര് പഠിച്ചു വരുന്നതും ഓരോ സ്കൂളിൽ നിന്നാണ്.
ഇവര് പഠിപ്പിക്കുന്നതും വളർത്തുന്നതും പാരന്റ്സും ടീച്ചേഴ്സും ആണ്, അല്ലെ? അപ്പോ ശരിക്കും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ആരായിരിക്കും ഏറ്റവും കൂടുതൽ? ഒരു പരിധി വരെയും പാരന്റ്സ് ആണെന്ന് പറയും. അത് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആണ്. ടീച്ചേഴ്സ് അവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പാരന്റ്സ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ എനിക്ക് ഞാൻ കുട്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കുന്നു, ഒരുപാട്. കാരണം ഒരു സൊസൈറ്റി നല്ല രീതിയിലാവണമെങ്കിൽ ഓരോ ജനറേഷൻ വരുമ്പോഴാണ് ഞാൻ സ്കൂളിലാണ്. അപ്പോ നമ്മള് കുട്ടികളുടെ കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോ ഒരു കുഞ്ഞ് വളർന്നു വരാം. നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാ പാരന്റ്സിനും പറ്റുന്ന ഒരു കാര്യമാണ്. റിലേറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഒന്നും എനിക്ക് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, നമ്മള് പ്രഗ്നന്റ് ആയിട്ട് വിചാരിക്കും. നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരു അമ്മ എന്ന നിലയിൽ എനിക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പറയാൻ പറ്റും. ഓക്കെ, ഒരുപാട് ആഗ്രഹിക്കുന്നു, ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. ഒരു മോൻ അങ്ങനെയാകണം ഇങ്ങനെയാകണം. ഇല്ലെങ്കിൽ പോലും ഇല്ലാതെ എളുപ്പത്തിൽ പറയാം, പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞിനെ നമ്മളെ കൈ കിട്ടി. ഈ കുഞ്ഞ് ജനിച്ച് വീഴുമ്പോ ആലോചിച്ച് നോക്കൂ, ഈ കുഞ്ഞിന് എന്തെങ്കിലും അറിയോ? ഇപ്പൊ നമ്മുടെ പ്രസവിച്ച കുഞ്ഞാണെന്ന് വിചാരിക്കും. പക്ഷെ മറ്റൊരാളുടെ കയ്യിലാണ് ഈ കുഞ്ഞ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? ആ കുഞ്ഞിന് ആ ആളായിരിക്കും അമ്മ, അല്ലെ? കാരണം എന്താ? കുഞ്ഞിന് അറിയില്ല, കുഞ്ഞിന് ഒന്നും അറിയില്ല. അമ്മ ആരാണ് അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ. അപ്പൊ ഇത് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മളാണോ? പാരന്റ്സ് ആണോ? ഏറ്റവും കൂടുതൽ അമ്മമാരാണോ? അച്ഛന്മാർ ഒരുപാട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അവർ കിട്ടില്ലെങ്കിൽ പോലും അല്ലെ നമ്മളാണ്, അമ്മമാരാണ് കൂടുതൽ അറ്റാച്ച്ഡ് ആണ്. അമ്മമാരാ പറയുന്നത് എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇനി ഒരു കുട്ടി വളർന്ന് വന്ന് ഒരു മോശം സ്വഭാവത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്തം ആർക്കായിരിക്കും? നിങ്ങൾ ആരെയും പറയും? സൊസൈറ്റിനെ പറയോ? സ്കൂളിനെ പറയോ? നമ്മൾ തന്നെ. അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെയാ, വേറെ ആരും അതിന് ഉത്തരവാദിത്തമില്ല. നമ്മൾ തന്നെയാ. നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും മിസ്സേ അങ്ങനെ അല്ലാന്ന് പറഞ്ഞാൽ പോലും ഞാൻ സമ്മതിക്കില്ല, പാരന്റ്സ് ആണ്. കാരണം എന്താണെന്നറിയോ? ഏറ്റവും ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഏറ്റവും ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ എനിക്കത് ഭയങ്കര വലുതാ. ഓക്കെ, ഇപ്പോ ഞാൻ പറഞ്ഞു ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഒന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ കുട്ടിക്ക് എന്ത് കഴിക്കാൻ കൊടുക്കുന്നു ആ കുട്ടി കഴിക്കും. അതിപ്പോ പോയിസൺ ആണെങ്കിൽ പോലും കുട്ടി കഴിക്കും. കുട്ടിക്ക് അറിയില്ല. പക്ഷെ എത്രയോ പാരന്റ്സ് ഇപ്പോഴും പോയിസൺ കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട്. ഉണ്ടോ? ഇല്ലാന്ന് പറയുന്നത് ഉണ്ടോ? ഒരുപാട്. നമ്മൾ ഇന്ന് വാങ്ങിക്കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും പോയിസൺ ആണ്, അല്ലെ? സ്ലോ പോയിസൺ ആണ്, സഡൻ അല്ല, സ്ലോ പോയിസൺ ആണ്. ഇതെല്ലാം തെറ്റല്ലേ? ആലോചിച്ച് നോക്കിയേ, തെറ്റാണോ അല്ലയോ? നിങ്ങൾക്ക് അറിയില്ലേ അത് കൊള്ളില്ല? ഞാൻ എന്താണെന്നൊന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് അറിയാം, വാങ്ങിക്കൊടുക്കുന്ന പാരന്റ്സിന് അറിയാം അതിലെ ഇൻഗ്രീഡിയൻസ് എന്താണ്. അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും നമുക്കുണ്ട്. വിവരമില്ല, സോറി അത് ഞാൻ പറയും, വിവരമില്ല, വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഞാൻ പറയും. ഈ വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല കേട്ടോ. ഓക്കെ, അത് ആലോചിക്കണം നിങ്ങള്. എത്രയോ ക്വാളിഫൈഡ് ആണ്, ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്. എന്ത് പറഞ്ഞാലും അത് ക്വാളിഫിക്കേഷൻ ആണ്, വെറും ക്വാളിഫിക്കേഷൻ ആണ്. ഓക്കെ, അതും ഈ പറയുന്ന വിവരവും തമ്മിൽ ബന്ധമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ബന്ധമില്ല കേട്ടോ, ഒരിക്കലും. ഹൈ ക്വാളിഫൈഡ് ആയ ഒരാൾക്ക് വിവരം ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും നമ്മള്? പറയാൻ പറ്റില്ല. കാരണം ആള് പെരുമാറുന്ന രീതിയും ബിഹേവ് ചെയ്യുന്ന രീതിയും അപ്രോച്ച് ചെയ്യുന്ന രീതിയിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാൻ പുള്ളിക്ക് വിവരം ഉണ്ടോ ഇല്ലയോ. അല്ലാതെ പുള്ളി ഭയങ്കര ക്വാളിഫൈഡ് ആണ് അയാൾക്ക് വിവരമുണ്ടെന്ന് പറഞ്ഞത് പൊട്ടത്തെറ്റാ. വിവരമില്ല. അതിന് ഉദാഹരണമാണ്, നിങ്ങൾ എല്ലാവരും ക്വാളിഫൈഡ് ആണ്, ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തരും ക്വാളിഫൈഡ് ആണ്. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണോ? ഒരിക്കലും ഇല്ല, ഇല്ലാന്ന് ഞാൻ പറയും. കുട്ടികളുടെ കാര്യത്തില്, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. കുട്ടികളുടെ കാര്യത്തിൽ
ഓക്കെ, കാരണം ഞാൻ സൊസൈറ്റി പറയാൻ കാരണം അത് വളർന്നു പറഞ്ഞ ജനറേഷൻ ആണ് അല്ലെ. കുട്ടികൾ മോശമായി പോകുന്നുണ്ട്, സൊസൈറ്റിയിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട് അല്ലെ. ഞാൻ അതൊക്കെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വളർന്നു വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ്, ഓരോ വീട്ടിൽ നിന്നാണ് വളരുന്നത് അല്ലെ. ഓരോ വീട്ടിൽ നിന്നാണ് വരുന്നത്. അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആരാണ്? നമ്മളാണ്, ഓരോ കാര്യങ്ങളും. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴും മനസ്സിലാക്കി കൊടുക്കുമ്പോഴും ഇത് മനസ്സിലാക്കാൻ പറ്റണ്ടേ അവർക്ക്? അങ്ങനെ കഴിവ് വേണ്ടേ? ഈ ബ്രെയിൻ എന്ന് പറയുന്നത് എന്താ? പറയുന്ന കാര്യങ്ങള് കേൾക്കണം, അവർക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം. ആ ബുദ്ധിക്ക് എന്താ ചെയ്യണ്ടേ? മരുന്നായി കൊടുക്കാൻ പറ്റോ? കൊടുക്കാൻ പറ്റോ? പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്യാ? കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സമയമുണ്ട്, അറിയോ നിങ്ങൾക്കത്? HA പഠിക്കുന്നവരാണ് നിങ്ങള്. HA പഠിക്കുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും കോമൺ സെൻസ് നമുക്ക് എന്തായാലും വേണം. നമ്മുടെ ഫിസിക്കലി ആയിട്ടാണെങ്കിലും ഒരു ഹ്യൂമൻ ബീങ്സിന്റെ കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്, മസ്റ്റ് ആണ്. ഓക്കെ, ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ടൈം എപ്പോഴാണെന്ന് അറിയോ? ഞാൻ അത്രയും വലിയ ഇതിനെ കുറിച്ച് അറിവൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 5-6 വയസ്സുകളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ആവുന്ന പറയാം. എന്നാലും പിന്നെയും ഗ്രോത്ത് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നത് ഗ്രോത്ത് ഉണ്ട്, പക്ഷെ അത് ഒരു ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ആവുന്ന പറയാം. ആ ടൈം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും, നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ശ്രദ്ധിച്ചു നോക്കും. ജനിച്ചു വീണ ഒരു 3 മാസം 6 മാസം കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്താ കൊടുക്കുക? അവര് പാരന്റ്സ് ആണ് കേട്ടോ. എന്നിട്ട് ഈ കുട്ടി വളർന്നു വലുതാകുമ്പോ പഠിക്കാൻ മാർക്കില്ല, കുട്ടി അങ്ങനെയാണ്, പറഞ്ഞനുസരിക്കില്ല, അതാണ് കുറ്റം പറയും, ഒരുപാട് കുറ്റം പറയും. പക്ഷെ ഈ കുറ്റം പറയുമ്പോഴും അവർ ചിന്തിക്കുന്നില്ല എല്ലാം തെറ്റ് ഞാനാണ്, എന്റെ മിസ്റ്റേക്ക് ആണ്, ചിന്തിക്കുന്നില്ല. കാരണം ഒരു ബ്രെയിൻ വർക്ക് ചെയ്യണ്ടേ? കൊടുക്കുന്ന ഫുഡ് എന്താ, നല്ലതാണോ? അല്ല. സ്ലോ പോയിസൺ എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം, ഒരുപാട് ക്ലിനിക്സ് ഉണ്ട്, ഇപ്പൊ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട്, എന്തിനാ ഒരുപാട് ബേക്കറീസ് ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങള്, ഹെൽത്തി ഫുഡ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സെന്റർ ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ തന്നെ അവിടെ സെയിൽ ഉണ്ടാകും. ബേക്കറി, ഓരോ ജംഗ്ഷനിലും ബേക്കറീസ് ആണ്. ഹോസ്പിറ്റൽസ് പേഷ്യൻസിന് എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ജോലി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കൂ ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണെന്ന്. രീതികളൊന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോ ഞാൻ മോണ്ടിസോറി പറയാനുള്ള കാര്യം, അവർ ടീച്ചേഴ്സ് ആണ്. സ്കൂളിൽ നിന്ന് കുറച്ച് അറിവുകൾ പോകുന്നത് ഏറ്റവും ബെറ്റർ. ഒരു ക്ലാസ്സിൽ, ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഐ തിങ്ക് ഒരു അറൌണ്ട് ഒരു 30 ബിലോ സ്റ്റുഡൻസിന്റെ ഉണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഒരു ക്ലാസ്സിൽ നിന്നാ പറയുന്നത്. ഇത്രയും പേര് പറ്റും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ റീതിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ആപ്ലിക്കബിൾ അല്ല. ചിലപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു കുറച്ചെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. അതാണ് ടീച്ചർമാർ ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ പഠിപ്പിക്കുന്ന മോണ്ടിസോറി പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ ഏകദേശം വേറെ 40 സ്റ്റുഡൻസ് എങ്ങനെയുണ്ടാവും. സോ അവരോട് പറയുമ്പോൾ 40 ടീച്ചേഴ്സ് ആണ് പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. ഈ 40 ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന എത്ര സ്റ്റുഡൻസിനായിരിക്കും ഓരോ ക്ലാസ്സിലും? ഓരോ അറിവുകൾ അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സ്റ്റുഡൻസ് മാറിക്കൊണ്ടിരിക്കുക, നമ്മുടെ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എനിക്കിപ്പോ ഇത് പറയാനേ പറ്റൂ. എത്രത്തോളം എല്ലാവരും അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്നോട് റിട്ടേൺ ചോദ്യം ചോദിക്കാൻ പറ്റും. മിസ് അവരമ്മയാണ്, ശരി സമ്മതിച്ചു, മിസ്സിന്റെ മോള് മിസ് അങ്ങനെയാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം. ഞാൻ അങ്ങനെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാതെ ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് മണ്ടത്തരമാണ്. എന്തിനാണ് അങ്ങനെ? ആരും സ്വയം നന്നാവും, പിന്നെ എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കാൻ എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ട്. അത് സത്യമാണ്. അത് ഞാൻ നന്നാവണം, എന്നിട്ട് വരെ എനിക്ക് ഇത്രയും ഡയലോഗ് നടിക്കാൻ പറ്റുള്ളൂ. സോ എന്റെ മോളെ ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതിലെനിക്ക് ഞാൻ പ്രൗഡാണ്. പക്ഷെ എങ്ങനെ വളർത്തിയാലും പറയുമല്ലോ, സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. സോ അവിടെ കഴിക്കില്ല, അത് ഞാൻ പറയുന്നില്ല. സ്കൂളിൽ ചെല്ലുമ്പോ ബിസ്ക്കറ്റ്സ് ആയിക്കോട്ടെ കഴിക്കും, പക്ഷെ അവൾ ഒന്നിനോട് പറയും കേട്ടോ. അവിടെ കുറിച്ച് എങ്ങനെയാ പറയാ. പിന്നെ ചോക്ലേറ്റ്സ് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷെ എന്റെ മോൾക്ക് ഡയറി മിൽക്ക് എന്താണെന്ന് അറിയില്ല. ബേക്കറി കാണുന്ന ഒരു സാധനത്തിന്റെ പേര് അവർക്ക് അറിയില്ല. ബേക്കറി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് അത് വേണം ഇത് വേണം എന്ന് പറയാൻ അറിയില്ല. കാരണം അത് കഴിച്ചിട്ടില്ല, അത് കഴിക്കാനുള്ളതാണോ നമുക്ക് അറിയില്ല.
അവള് ബേക്കറി സൈനായിട്ട് കൊണ്ടുപോകും. എനിക്ക് അവള് പറയുന്ന എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു മിഠായി എന്ന് പറയും. അത് അവർക്ക് അറിഞ്ഞു തുടങ്ങി, കാരണം സ്കൂളിൽ പോയപ്പോഴും നമുക്ക് അറിയാൻ തുടങ്ങി മിഠായി എന്താണ്. പക്ഷെ ഭയങ്കര തരാന്ന് പറഞ്ഞത് ഷുവറാണ്. ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. മോള് LKG പഠിക്കുന്നു. അവളിപ്പോ ഇപ്പോ ഞാൻ കഴിക്കുമ്പോ പല്ല് പുഴു വരുന്നുണ്ട്. ഒരുപാട് യൂട്യൂബിൽ കുറെ വീഡിയോസ് ഒക്കെ ഇന്ന് കാണിച്ചു കൊടുക്കും. പല്ല് കേടായവരൊക്കെ വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ പുള്ളിക്ക് പേടിയാ. അത് പറഞ്ഞു കൊടുക്കാം. എനിക്ക് തോന്നുന്നു വേറെ പേഷ്യൻസ് വരുമ്പോ കൊടുക്കാറില്ല കേട്ടോ. ഇല്ലല്ല, ആരൊക്കെ എങ്ങനെ മിഠായി കൊണ്ടുവന്നാലും ഞാൻ കൊടുക്കാറില്ല. പക്ഷെ അത് ചെയ്യേണ്ടത് അവളെ കൊണ്ട് തന്നെ, അതായത് നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ വേണ്ട എന്ന് പറയിപ്പിക്കാൻ പറ്റണം പാരന്റ്സിന്. അല്ലാതെ കിട്ടുമ്പോ തന്നെ വാങ്ങി നമ്മൾ കാണാതെ പോയി കഴിക്കുക, അങ്ങനെയല്ല. അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പറ്റണം. എനിക്ക് വേണ്ട, കഴിച്ചാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയണം. എന്റെ മോളെ ഇടക്കൊക്കെ പറയും കേട്ടോ. പിന്നെ പാവം, എനിക്ക് തന്നെ പാവം തോന്നുന്നു. എല്ലാവരും കഴിക്കുമ്പോൾ ഒക്കെ ഒന്നും വരില്ല. സോ കുറച്ചെങ്കിലും ഞാൻ കൊടുക്കും. ഇപ്പൊ ഞാൻ അങ്ങനെ കുറച്ചെങ്കിലും കൊടുക്കും, ഒരുപാടല്ല. അതായത് ഇപ്പൊ നമുക്ക് ഷോപ്പിൽ ക്രീം ബിസ്ക്കറ്റ്സ് അവൈലബിൾ ആണ്. ഒരു പാക്കറ്റിൽ ഒരു 5 or 6 ബിസ്ക്കറ്റ്സ് ഉണ്ടാകുള്ളൂ. അതിന്റെ ഇൻഗ്രീഡിയൻസും ഇൻസ്ട്രക്ഷനും ഒന്ന് വായിച്ചോക്കണേ. അതിൽ പറയുന്നത് ആ ഒരു ബിസ്ക്കറ്റ് ആണ് ഒരാൾക്ക് കഴിക്കാൻ പാടും. അത്രയും കാലറീസ് ഉണ്ട് അതില്. ഷുഗർ കണ്ടന്റ് ആണെങ്കിലും ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാരും അതിലുണ്ട്. ഒരു ബിസ്ക്കറ്റ് നമ്മുടെ കുട്ടികൾ കഴിക്കുന്നത് ഒരു ബിസ്ക്കറ്റ് ആണോ പെർ ഡേ? ആണോ? ഒരിക്കലും. ഞാൻ ബ്രാൻഡും ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ നിന്ന് ഒരു ബിസ്ക്കറ്റ് അല്ല കഴിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചില്ലേ, ഭാവിയിലേക്ക് കുട്ടികൾക്ക് ഷുഗർ വരാൻ ചാൻസ് ഉണ്ടോ? നിങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പഠിക്കുന്നവരല്ലേ? ആലോചിച്ച് നോക്ക്. ആലോചിക്കൂ, എന്തെല്ലാം അസുഖങ്ങൾ വരും. ഓർഗൻസിനെ കുറിച്ച് പഠിക്കുന്നവരാണ് നിങ്ങൾ. ഹ്യൂമൻ ബോഡിയെ കുറിച്ച് പഠിക്കുന്നവരാണ്. ഒരുപാട് അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, റിലേറ്റ് ചെയ്ത് പഠിക്കൂ എന്ന് പറയും. റിലേറ്റ് ചെയ്ത് പഠിക്കുക, നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മറക്കില്ല. ഒരു രോഗം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു രോഗം വരികയാണെങ്കിൽ ആ രോഗത്തെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താണ്, നമ്മുടെ വീട്ടിൽ സംഭവിച്ചു, നമ്മൾ റിലേറ്റ് ചെയ്തതുമായി അല്ലെ, അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ എല്ലാം അങ്ങനെ പഠിക്കുക. വീട്ടിൽ വരണമെന്നല്ല ഞാൻ പറഞ്ഞു, അങ്ങനെ പഠിക്കുക. നമുക്ക് അത് ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാക്കി പഠിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ നിർത്തിയിരുന്നു. പുസ്തകം മാത്രം വേണ്ടത്. വെരി ഗുഡ്. കൊടുക്കരുത് എന്നാ ഞാൻ പറയും. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചിപ്സ്, പറയുന്ന പോലെ ചോക്ലേറ്റ്സ്, ബിസ്ക്കറ്റ്സ്, ഇതൊന്നും അതായത് ബേക്കറിയിൽ കയറ്റാതിരിക്കുക. ബേക്കറി എന്ന് പറയുന്ന സാധനത്തിന്റെ പോയിസൺ ആണ്. സത്യമാണ്. എങ്ങനെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. വയറുവേദന വന്നോ, ഞാൻ ഈ ടോപ്പിക്ക് ഏത് ക്ലാസ്സിൽ സംസാരിക്കുന്നോ ആരെങ്കിലും ഒരാൾ ഇത് പറയൂട്ടോ, എന്റെ മോളെ ഇങ്ങനെ വന്നു, വയറുവേദന ഡോക്ടറെ കാണിച്ചു എന്നൊക്കെ പറയും. ഏതൊരു ക്ലാസ്സിലാണെങ്കിലും അത്രയും സീരിയസ് ടോപ്പിക് ആണ് ഇത്. കുട്ടികളെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കുന്നവരാണ്, നിങ്ങൾക്ക് അറിയാം ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ബർത്ത്ഡേ കേക്ക് ഞാൻ മുറിക്കാറില്ല കേട്ടോ. ഞാൻ നിർത്തിയതൊക്കെ മുറിച്ചാൽ തന്നെ ഞാൻ പറയട്ടെ, നമുക്ക് എല്ലാം വേണം. ജങ്ക് ഫുഡ്സ് ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, പോയിസൺസ് ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ ലൈഫിൽ വേണം. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒന്നും ഓവറാകരുത്. അമിതമായി നമ്മുടെ വിഷം എന്ന് പറഞ്ഞ സത്യം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ ആയിരിക്കണം, എന്നാൽ മാത്രം നമ്മൾ ഹെൽത്തി ആക്കും. അല്ലാതെ എപ്പോഴും ഹെൽത്തി ഫുഡ്സ് തന്നെ ആയിക്കഴിഞ്ഞാൽ അതും നമ്മുടെ ബോഡി റിജക്ട് ചെയ്യാൻ സമയം വരും. അതുകൊണ്ട് അങ്ങനെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എപ്പോഴും. ആലോചിച്ച് വന്നു, നിങ്ങളൊരു കാര്യമല്ല, ഇതൊക്കെ ബിസിനസ് ആണെന്നേ. എല്ലാം ബിസിനസ് ആണ്. മറ്റുള്ളവരുടെ ഹെൽത്ത് നോക്കിയിട്ടാണ് ഓരോരുത്തർ ബിസിനസ് നടത്തുന്നത്. ചിന്തിക്കൂ നിങ്ങളൊന്നിരുന്ന്. നിങ്ങൾ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കിയാൽ എല്ലാം ബിസിനസ്സാണ്. നമ്മുടെ സൊസൈറ്റി ചുറ്റും നടക്കുന്ന എല്ലാ ബിസിനസ്സാണ് കംപ്ലീറ്റ്. അതിലും ഒരു വിക്റ്റിമാണ് നമ്മള്. അതാണ് സത്യം. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ മാറും. ലൈഫ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ആകും. ഷുവറാണ്. കേക്കിന് യൂസ് ചെയ്യുന്ന ക്രീം ഉണ്ടല്ലോ, ഭയങ്കര സീനാണ് കേട്ടോ. കളേഴ്സ് ഭയങ്കര സീനാണ്. കൊടുക്കാം ആവശ്യത്തിന് നമുക്ക്. കുഞ്ഞുങ്ങളുടെ അറിയാലോ, കുഞ്ഞുങ്ങളുടെ ആമാശയത്തെ കുറിച്ചൊക്കെ അറിയോ? അവർക്ക് ലിവർ അറിയോ? ആള് ഇത്രയും ഉള്ളെങ്കിൽ അതിനുള്ളിൽ ഓർഗൻസ് എന്തോരുണ്ടാകും. കുഞ്ഞാണ്, ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ നമ്മൾ കുഞ്ഞായിരിക്കാറുണ്ട്. കുഞ്ഞല്ലേ വിചാരിച്ച് നമ്മളതിനെ കുഞ്ചിക്കുന്നു. കുറച്ച് വലുതാകുമ്പോ കൊഞ്ചിക്കൽ കുറയും. പക്ഷെ എന്ന് വന്നാലും അതിന്റെ കുഞ്ഞുങ്ങളാണ് അവര്.
ഓർഗൻസ് ആയിക്കോട്ടെ എല്ലാം കുഞ്ഞുങ്ങളാ. അപ്പൊ അവരെ നമ്മൾ നോക്കണ്ടേ അല്ലേ? മക്കൾക്ക് എപ്പോഴും അസുഖമാണ്. എന്തെങ്കിലും ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്നാൽ മതി, പെട്ടെന്ന് അസുഖം വരും. അസുഖം വരുന്നോണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, അത് ഇമ്മ്യൂണിറ്റി കൂടുന്ന പറയാം. ഓക്കെ, അത് തെറ്റൊന്നുമില്ല. പക്ഷെ എപ്പോഴെപ്പോഴും വരുന്നത് ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ആ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ കണ്ടെത്തൂ. ഓടിപ്പോയി ഡോക്ടറെ കാണാതെ എന്തുകൊണ്ട് അസുഖം വരുന്നു അത് നിങ്ങൾ ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്ക്. ചോദിക്കാറുണ്ടോ ആരെങ്കിലും? പോകുന്നു, കാണിക്കുന്നു, മരുന്നാവുന്നു, തിരിച്ചു പോരുന്നു. ഡോക്ടർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന ഫുഡ് കഴിക്കല്ലേ, അത് കഴിക്കല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ? ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഏതെങ്കിലും ഡോക്ടേഴ്സ് നമ്മൾ പറയാറുണ്ടോ? നെവർ. ഇല്ല. ആലോചിക്കൂ, എല്ലാം ആലോചിക്കൂ. ഇനി ഇത്രയും കാര്യങ്ങൾക്ക് മതി. ഇനി കുറച്ച് വേറെ സംസാരിച്ചാലോ? പറയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരുന്നേ, നിർത്താൻ പറ്റില്ല. കാണിച്ചപ്പോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം പറയുന്നേ, മദേഴ്സ് ഓഡിറ്റ്സ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയായിരിക്കും? പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കാൻ പറ്റുന്നതാണോ ശരിക്കും? അത് ചിന്തിച്ചു നോക്കിയത് നിങ്ങൾ? പക്ഷേ ഏതെങ്കിലും ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. മദേഴ്സ് ഓഡിറ്റ്സ് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പറയുന്നവരുണ്ട് കേട്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ക്ലാസ്സിൽ സംസാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ലതല്ല. ഞാൻ ബ്രാൻഡ് കോട്ടയം ഇത്രയേ ഉള്ളൂ, എല്ലാം നല്ലതല്ല. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ക്വാളിഫൈഡ് ആണല്ലോ, നിങ്ങൾ വായിക്കാൻ അറിയാം, കുറച്ചൊക്കെ മനസ്സിലാക്കാൻ അറിയാം. ഇൻഗ്രീഡിയൻസ് വായിച്ചു നോക്കാം, ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കാം. അത് കഴിച്ചാൽ എന്ത് പറ്റുന്ന കൂടെ നോക്കാം. അത് കഴിച്ചാൽ എന്ത് കിട്ടുന്നു കൂടെ നോക്കാം. റിലേറ്റീവ്സ് വരുമ്പോൾ മിഠായി കൊടുക്കുന്നുണ്ട്, റിലേറ്റീവ്സ് വരുമ്പോൾ ചിപ്സ് കൊണ്ടുവരുന്നുണ്ട്, റിലേറ്റീവ്സ് വരുമ്പോൾ ബേക്കറി ഐറ്റംസ് കൊണ്ടുവരുന്നുണ്ട്. അവരോട് പറയാം എന്ത് കൊടുത്തിട്ട് എന്ത് കിട്ടും? ഒരു ചോദ്യം ചോദിച്ചു നോക്കിയേ, ഒരു ആൻസർ ഇല്ല. പലരുടെയും വീട്ടില് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഗ്രാൻഡ് പാരന്റ്സ് ആയിക്കോട്ടെ, പ്രശ്നം ഒരുപാടുണ്ടാവും, സ്വാഭാവികമാണ്. എന്റെ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കാറില്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ കൊടുക്കാറ് എന്നൊക്കെ ഡയലോഗ് വരും. കൊടുത്തോട്ടെ, ഓരോരുത്തരുടെ മക്കളും ഓരോരുത്തരും ഇഷ്ടമല്ലേ, ഇങ്ങനെ വളർത്തണം, എന്ത് കൊടുക്കണം അല്ലേ? ഓക്കെ, അപ്പൊ ചിന്തിക്കുക, എന്ത് കൊടുക്കുമ്പോഴും 100 വട്ടം ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനപ്പോ ആരാന്ന് ആലോചിക്കുക. ഞാൻ ഭയങ്കര അഹങ്കാരിയാണ്, ഞാൻ തന്റേടിയാണ്, ഒരുപാട് ടാഗിൽ എനിക്കുണ്ട്, ഒരുപാട് എന്നൊക്കെ പറഞ്ഞ എനിക്ക് വിഷയമാണ്. കാരണം മക്കൾക്ക് അസുഖം വന്നാൽ ഈ പറയുന്ന ആരും നോക്കൊന്നുമില്ല. ആരും നോക്കില്ല, ഞാൻ തന്നെ വേണം, ഞങ്ങൾ തന്നെ വേണം, പേരൻസ് തന്നെ വേണം. അത് ശരിയാ മിസ്സേ. നമ്മൾ സ്ട്രിക്റ്റ് ആയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആവും കൂടുതലും അതിനെ എതിർത്ത് സംസാരിക്കുക. അവരോട് ചോദിക്കണം, അവരോട് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമുണ്ട്. അവർക്ക് മക്കളുണ്ടായിരുന്നു, അവരുടെ മക്കൾക്കും ഇത് കൊടുത്തിട്ടാണോ വളർന്നത് ചോദിക്കും. അന്നൊക്കെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എത്രയും നാളെങ്കിലും ജീവിച്ചു. ഇനി ജനറേഷൻ പറയാൻ പറ്റുമോ? പറഞ്ഞോണ്ടിരിക്കുക. ഓരോ അസുഖങ്ങളാ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് വായ അടയ്ക്കൂല. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളെ മക്കളെ വളർത്തുമ്പോ ഒരുപാട് ഫൈറ്റ് ചെയ്യണം, ഒരുപാട് ഫൈറ്റ് ചെയ്യണം. ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഭയങ്കര നിർബന്ധമാണ് എനിക്ക് കൊടുക്കാൻ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു പോയിന്റില് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതുവരെ ഫൈറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഞാൻ കേൾക്കുന്നത്. ഞാനും ഇവിടെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ മോളിനെ ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താ പറഞ്ഞിട്ട് ഞാൻ പറയാം. എന്റെ ഉമ്മ പറയണം പറ്റില്ല, പ്രൈവറ്റിൽ തന്നെ ചേർത്തണം പറഞ്ഞിട്ട് ഉമ്മാക്ക് വാശി. അതിന്റെ പേരിൽ ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് പോയി ചോദിച്ചപ്പോ ഡൊണേഷൻ വന്നിട്ട് 17,000 രൂപ, ഫീസ് ടേം ഫീസ് 6,500 രൂപ. അങ്ങനെ 3 ടേമിൽ 6,500 വെച്ചിട്ട് നല്ലൊരു എമൗണ്ട് ആയില്ലേ? പിന്നെ 4,500 രൂപ യൂണിഫോം, ബുക്കിന് 4,000 രൂപ. അപ്പൊ ഉമ്മ പറയണ എത്ര ആയാലും കുഴപ്പമില്ല പഠിപ്പിക്കുന്ന പറയണത്. എന്താ പറയാ, നിങ്ങൾക്ക് എത്ര വയസ്സായിപ്പോ? ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട്. പറയൂ, എല്ലാവർക്കും എല്ലാവരുടേതായ ഫ്രീഡം ഉണ്ട് ഇന്നത്തെ കാലത്ത്.
മിസ് ഗവൺമെന്റ് സ്കൂളിലാവുമ്പോൾ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് ഗവൺമെന്റിൽ തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. അവിടെ പോയപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് എല്ലാത്തിനും അവർ പേടിയില്ലാതാക്കി തരുന്നത് തന്നെ അവർ വലിയൊരു റോൾ അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തരില്ല. ഇത് പ്രൈവറ്റിൽ പോയിരുന്നു പറഞ്ഞാൽ അവർക്ക് ഏത് കാലം സ്ട്രെസ്സായിരിക്കും കൂടുതലായിട്ട് കിട്ടുക. അത് മാത്രമല്ല ഗവൺമെൻറ്റിൽ പറയുമ്പോൾ അവർ നിറയെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരുന്നുണ്ട്. സ്പോർട്സ് ആയിക്കോട്ടെ, ഒരു കലോത്സവം ആയിക്കോട്ടെ, എന്തിനും ഏതിനും അവർ എല്ലാത്തിനും ചേർത്ത് വിടുകയും ചെയ്യും. ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യാം. പ്രൈവറ്റിൽ അങ്ങനെയല്ല, നമ്മൾ എല്ലാത്തിനും ഫീസ് കൊടുക്കുകയും വേണം. അതിനൊട്ട് അത്ര റിസൾട്ടും ഉണ്ടാവില്ല ചിലതൊന്നും. ശരിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർ ഇഷ്ടമാണ്, അതിനനുസരിച്ച് ഫോളോ ചെയ്യാ, ഫൈറ്റ് ചെയ്യാ. ഇതൊക്കെ ഞാൻ പറഞ്ഞതൊന്നും ഇപ്പൊ പറയല്ലേ കേട്ടോ. ഇങ്ങനെ ക്ലാസ് കാണുന്നവരുടെ അവസ്ഥ ചെയ്യുന്നത്, എനിക്കെതിരെ എന്തെല്ലാം കംപ്ലൈന്റ് വരുന്ന ആർക്കറിയാം. ഓക്കെ, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? എല്ലാവരും വിശ്വസിക്കുന്നു ഞാൻ? ഇല്ല, എന്താ പറയാ, എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ചർച്ചകൾ മാറും, ഡിസ്കഷൻ മാറും, ടോപ്പിക്സ് മാറും, ഭയങ്കര സീനാകും. ഓക്കെ, നിങ്ങൾക്ക് പറയാലോ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്. എത്ര വരെ വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല, വയസ്സ് അടുക്കട്ടെ. ഏജസ് നമ്പർ എന്ന് പറയാം. മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം, പക്വതയും എന്ന് പറയാൻ പറ്റും. വിവരം, വൃത്തി പിടിക്കുന്ന ഏറ്റവും വിവരം ഉണ്ടോ നിങ്ങൾക്ക്? ബുദ്ധിയും ബോധവും ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടോ? എന്തെങ്കിലും അത് ഫോളോ ചെയ്യൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ, ലൈഫില് ഈ ടെൻഷൻ, പേടി, ഈഗോ, ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും എപ്പോഴെങ്കിലും? ഒരു ദിവസം പോലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടോ? എന്ത് രസാന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച 2 ചോദ്യം ഡിഫറെന്റ് ആണ്, പക്ഷെ ആൻസർ സെയിം ആണ്. അത്രേ ഉള്ളൂ. അതിനെക്കൊണ്ട് ഉപകാരമില്ലെന്ന് അറിയുകയും ചെയ്യാം. പിന്നെ ഈ എല്ലാ ദിവസവും ഇത് സഹിക്കുന്നെന്തിനാ? അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഉപകാരം പോയിട്ട് അതിനെ കുറിച്ച് എന്തെല്ലാം സൈഡ് എഫക്ട് ഉണ്ടെന്ന് അറിയോ? ആലോചിച്ച് നോക്കിയ നിങ്ങള്. കണ്ണാടി നോക്കുമ്പോ നിങ്ങള് സുന്ദരിയാണോ? ആണോ? എല്ലാവരും സുന്ദരിമാരാണോ കണ്ണാടി നോക്കുമ്പോ? വെരി ഗുഡ്. അത് ഞാൻ ചില കാര്യം നിങ്ങളെ സംബന്ധിച്ചു എന്തൊക്കെ മാറുന്നുണ്ട്. മിസ്സിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് സുന്ദരിയാ. ഇങ്ങനെ വേണം. ഓക്കെ, അപ്പോ ഈ ടെൻഷൻ അടിച്ചാലോ? ടെൻഷൻ അടിച്ച് കുറച്ച് ഈഗോ വന്ന് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് കണ്ണാടി നോക്കി. ഭയങ്കര ബോറായിരിക്കും. ഞാൻ കുറച്ചു നേരം ടെൻഷൻ അടിച്ച് ക്ലാസ് എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം വിഷമിച്ച് ക്ലാസ് എടുക്കട്ടെ. എങ്ങനെ ഉണ്ടാവും ക്ലാസ്? ഭയങ്കര ബോറാ. അത്രയേ ഉള്ളൂ. നമ്മുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. ഓക്കെ, എന്താണെങ്കിലും ബോഡി, നമ്മുടെ മൈൻഡ് ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ് നമ്മുടെ ബോഡിയാണ്. നമ്മുടെ ബോഡി ശരിക്കും പറഞ്ഞാല് നമ്മൾ പറയുന്ന പോലെ ചെയ്യുന്ന ഒരു കളിപ്പാവയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയുന്നത് അത് അതേപടി വിശ്വസിക്കും. അതാണ് നമ്മുടെ ബോഡി. അതെന്താണെങ്കിൽ പോലും നമ്മൾ അത് വിശ്വസിക്കും. അപ്പൊ നമുക്ക് എന്തും പറയാം. മനസ്സിലായോ? എനിക്കിപ്പോ വലിയൊരു അസുഖം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പറയണം, എനിക്ക് ഒരു അസുഖവും ഇല്ല, ഞാൻ ഹെൽത്തിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്, ഞാൻ ഭയങ്കര ആക്റ്റീവ് ആണ് എന്നൊക്കെ നിങ്ങൾ ബോഡിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നോക്കി. ഈ അസുഖം ഉണ്ടെന്ന് പോലും ഈ ബോഡി മറന്നു പോകും. അതിനെന്തുണ്ടാവാ? അതങ്ങൾ മാറും. ആ അസുഖം തന്നെ പോകും. അതാണ്, അത്രയും പവർഫുൾ ആണ് നമ്മുടെ മൈൻഡ്. മനസ്സിലായോ? ടെൻഷൻ അടിച്ചിരുന്നാലോ ഈ ഓർഗൻസിനെല്ലാം പ്രശ്നങ്ങളാണ്. ഒരുപാട് മുടി പൊഴിയും. മുടി വേണം നിങ്ങൾക്ക്. പെൺകുട്ടികളല്ലേ നിങ്ങള്? മുടി ഇല്ലാതെ നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. മുടിയില്ലാതെ എന്ന അവസ്ഥ ആലോചിച്ചിട്ടേ പുറത്തിറങ്ങാൻ പറ്റുമോ? ഭയങ്കര മോശമാണ്. എനിക്ക് ഭയങ്കര വിഷയമാണ് അതൊക്കെ. ഞാൻ അതിൽ ടെൻഷൻ എടുക്കുന്ന ഒരാളാണ്. വെറുതെ കുറിച്ച് ടെൻഷൻ അടിച്ചില്ലെങ്കിൽ മുടി പൊഴിയുമ്പോൾ ഞാൻ ടെൻഷൻ എടുക്കും. അതൊക്കെ മാറ്റണം. ഓക്കെ, അപ്പൊ അതൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഞാൻ എന്റെ ആയിരുന്നു. അപ്പൊ ടെൻഷൻ അടിക്കുമ്പോ മെയിൻ പ്രശ്നം മുടി കൊഴിച്ചില്ല. പക്ഷെ മുടി കൊഴിച്ചത് ലാസ്റ്റ് ലക്ഷണമെന്നാ പറയുന്നത്. ഇപ്പൊ മാറിയിട്ടൊന്നുമില്ല.
ലൈഫ് സ്റ്റൈല് മാറ്റി ഞാൻ. അതുകൊണ്ടാണ് ശരിയാക്കണം. ഞാൻ പറയുന്നത് ഞാനിത്ര പെർഫെക്റ്റ് ഒന്നല്ല. ഇപ്പൊ ഇവിടെ കഥ പറയുന്നുണ്ട് ഞാൻ. പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് പുറകോട്ടാണ് ഇപ്പൊ സെറ്റ് ആക്കിയിരിക്കുന്നത്. പറ്റും, ടെൻഷൻ മാറ്റാൻ പറ്റും. എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഫുൾ ടൈം എൻഗേജ്ഡ് ആവാം. ചുമ്മാ ആയിരിക്കും ടെൻഷൻ വരുന്നത്. ഇപ്പൊ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. പക്ഷെ ഈ 1 മണിക്കൂർ എനിക്ക് ടെൻഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എനിക്ക് ക്ലാസ് എടുക്കണം അല്ലെ? എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ടെൻഷൻ അടിക്കാൻ പറ്റും. പക്ഷെ ഈ 1 മണിക്കൂർ എനിക്ക് ടെൻഷൻ അടിക്കാൻ സമയമില്ല, ടെൻഷൻ അടിക്കാൻ സമയമില്ല. ക്ലാസ് എടുക്കണം. അതാ പറയുന്നത്, എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഫുൾ ടൈം എൻഗേജ്ഡ് ആവുക, ഫുൾ ടൈം ബിസി ആവുക. മിസ്സേ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിതുപോലെ തന്നെ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എടുത്തതാണ് ഈ കോഴ്സ്. അപ്പോൾ ഈ കോഴ്സിന് ചേർന്നതിന് ശേഷം എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ ടൈമില്ല. സത്യമായിട്ടുള്ള കാര്യമാണിത്. ഒരുപാട് ടെൻഷനും കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ കോഴ്സിന് ചേർന്നതിന് ശേഷം എനിക്കിപ്പോൾ ടെൻഷൻ അടിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ല. രാത്രി ഇപ്പോൾ കമ്പൈൻ സ്റ്റഡിയും കൂടെ ആയപ്പോൾ ഒട്ടും എനിക്ക് സമയം കിട്ടണില്ല. എങ്ങനെയുണ്ട് ഇപ്പൊ? അത് രസമില്ലേ? പക്ഷെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോട്ടെ, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇപ്പൊ തന്നെ വേഗം ജോലിക്ക് ആവാം. എങ്ങനെയെങ്കിലും ജോലി വേണം കേട്ടോ എല്ലാവർക്കും. പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും ജോലി വേണം എന്ന് ഞാൻ പറയും. അത് പൈസക്ക് വേണ്ടിയാണ്. സാലറി കുറവാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം. വീട്ടില് കുറച്ചെങ്കിലും ടെൻഷൻ ഉണ്ടാകും. എവിടെയെങ്കിലും ഏതോ ഒരു മുക്കിലും മൂലയിൽ ടെൻഷൻ ഉണ്ടാകും. അവിടെ നിന്ന് മാറാം. കുറച്ചു നേരത്തേക്ക് നമ്മൾ എൻഗേജ് ആയി കഴിഞ്ഞാല് അവിടെ കുറച്ച് ഫ്രണ്ട്സ് കിട്ടും. അവരോട് നമ്മൾ ചില്ല് ചെയ്യുന്നു, നമ്മുടെ ഏജ് മറക്കുന്നു. നമ്മൾ ഒത്രയും പ്രായമായെന്ന് നമുക്ക് തോന്നില്ല. നമ്മളെപ്പോഴും പ്രായം കൂടുന്തോറും നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരായിട്ട് കൂടണമെന്നാ പറയും. കാരണം എന്താ, നമ്മുടെ മനസ്സ് അവരൊപ്പം ആവും. അപ്പൊ അത്രയും നമ്മുടെ ബോഡി സൂപ്പർ ആയിരിക്കും, നമ്മൾ ആക്റ്റീവ് ആയിരിക്കും, നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ജോലി വേണം കേട്ടോ. എച്ച് കഴിഞ്ഞ അപ്പൊ തന്നെ ജോലിക്ക് പോവാം. ഓക്കെ, നമുക്ക് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്നത് സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കിപ്പോ ലാംഗ്വേജ് സ്കിൽ ഇല്ലെങ്കിൽ പോലും ഇന്റർവ്യൂ ചെയ്യുമ്പോ നിങ്ങൾ ഇംഗ്ലീഷ് കിടന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടണം. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചു പോവാം, സെൽഫ് ഇൻട്രോ പഠിച്ചിട്ട് പോവാം. ഓക്കെ, അതുപോലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾ ഇംഗ്ലീഷ് പറയാം. എനിക്ക് അത്രയും ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയാം. നോട്ട് ഫ്ലുവന്റ് ഇംഗ്ലീഷ് എന്ന് പറയണം. അങ്ങനെ ഓപ്പറേറ്റർ പറഞ്ഞ് മലയാളത്തിൽ അറ്റൻഡ് ചെയ്യും. കോൺഫിഡന്റ് ആണ്. അവിടെ കാണുന്നത് കോൺഫിഡന്റ് ആണ്. മനസ്സിലായോ? ഇന്റർവ്യൂവിന് മനസ്സിലാക്കാൻ പറ്റുന്നത് അയ്യോ നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നല്ല, യു ആർ കോൺഫിഡന്റ്. അതാണ് അവർക്ക് വേണ്ടത്. നിങ്ങൾ കോൺഫിഡന്റ് ആണോ? അതായിരിക്കും ചിലപ്പോ നോക്കുക. മനസ്സിലായോ? ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ അപ്പോയിന്റഡ് ആവുക. അല്ലാതെ അവിടെ ഇരുന്ന് ഇംഗ്ലീഷ് ബൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഉള്ളതിന് കോൺഫിഡന്റ് ആയിട്ടിരിക്കാൻ നമ്മൾ. അതാണ് വേണ്ടത്. ഓക്കെ, അതായത് ഞാൻ എച്ച് പഠിച്ചു, എനിക്ക് ഇത്രയും മാർക്ക് ഉണ്ട്, ഞാൻ ഇത്ര ടോപ്പർ ആണ്, അതിലൊന്നും എനിക്ക് കാര്യമില്ല. ടോപ്പർ ആണെന്ന് ഞാൻ പറയില്ല. ഞാൻ പി ജി ആയിരുന്നു എടുത്തത്. എന്ത് പറ്റി? പി ജി എടുത്തോളൂ, പഠിക്കൂ. എത്ര സമയമൊക്കെ പഠിക്കാം. എല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സാർ. ആണോ? നോക്കൂ, പറ്റും. എല്ലാവർക്കും ഈക്വലി ആണ് ടൈം കൊടുക്കുന്നത്. മിക്കവരും പറയുന്നത് കേട്ടിട്ടുണ്ടോ, എനിക്ക് സമയമില്ലല്ലോ, സമയം കഴിഞ്ഞു. മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ടൈം ഇല്ല. ഞാൻ എന്തിനാ ചോദിക്കുമ്പോ സമയം ഉണ്ടായില്ല, മക്കളുടെ കാര്യം, പിന്നെ ഫാമിലി, സമയം ഉണ്ടായില്ല എന്ന് പറയും. പക്ഷേ അത് ചിന്തിച്ചു നോക്കിയേ, സമയം ഉണ്ടാവാനായിട്ടായിരുന്നോ അത്? അല്ല, അവിടെ സമയമില്ല എന്ന് പറയുന്ന ഒരു സെന്റൻസിന്, ഡയലോഗിന് പ്രസക്തിയില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയാണ് കിട്ടുന്നത്. സമയം കണ്ടെത്തേണ്ടതാണ് നമ്മൾ, അല്ലെ? നമ്മൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ നമ്മൾ എങ്ങനെയും സമയം കണ്ടെത്തും. എത്ര തിരക്കാണെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തിയിരിക്കും. അത് ഉറപ്പാണ്, ഷുവറാണ്. മൾട്ടി ടാസ്കിംഗ് ഒരു പ്രശ്നം. മൾട്ടി ടാസ്കിംഗ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറവ് വന്നിട്ടുള്ള പോലെ എനിക്കൊരു ഫീല്. മാനേജ് ചെയ്യണം, എല്ലാം മാനേജ് ചെയ്യാം. ഈ വുമൺ എന്ന് പറയുന്നത് ഭയങ്കര ടാലന്റ് ആണ്. നിങ്ങൾ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ആക്റ്റീവ് ടൈം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോ ഈ നിമിഷം നിങ്ങൾ ക്ലാസ്സിൽ മാത്രമാണോ ശ്രദ്ധിക്കുന്നത് ചോദിച്ചാൽ അല്ല എന്നേ പറയാൻ പറ്റൂ. അല്ല, ഇതിനിടയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെ? മൾട്ടി ടാലന്റഡ് ആണ് വുമൺ എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഒരാണിനെ കൊണ്ട് സാധിക്കില്ല. ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങള്?
അവര് സംസാരിക്കുക, ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ അതിൽ മാത്രമേ എനിക്ക് ശ്രദ്ധ. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? നമ്മൾ ഫോൺ ചെവിട്ടിൽ വെച്ചിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. മക്കൾക്ക് യൂണിഫോം ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ അടുക്കളയിൽ കിച്ചണില് കുക്കിംഗ് ചെയ്യാൻ പോകും, വാഷിംഗ് മെഷീനിൽ ഡ്രസ് ഉണ്ടാക്കും, അത് പോയി നോക്കും, പുറത്തായിട്ട് വന്ന് അവരോട് സംസാരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ്. അത്രയും പവർഫുൾ ആണ് നമ്മള്. സോ നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ ഏറ്റവും ഈസിയാണ്. നമ്മൾ വിചാരിക്കാം നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നിയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാണെങ്കിൽ ഉണ്ടല്ലോ രസാ. അങ്ങനെ ചിന്തിക്കൂ എപ്പോഴും. ഓക്കെ, ബുദ്ധിമുട്ട് എന്ന് പറയുന്ന വാക്ക് ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യും, എനിക്കത് ഇഷ്ടമാണ് എന്നെ ചിന്തിച്ചു നോക്കി, ഭയങ്കര രസാ. ഓക്കെ, അതുപോലെ തന്നെ ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാം. എന്തൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യാം. ഇഷ്ടപ്പെടാൻ ഞാൻ പറയുന്നില്ല, പക്ഷെ ഇഷ്ടപ്പെടാൻ എന്ത് ഒരു മൊമെന്റ് വരുമ്പോ ഇപ്പൊ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ നമുക്ക് അവരോട് സംസാരിച്ചൊരു മൊമെന്റ് വരുമ്പോ നമ്മൾ അറിയാണ്ടാണെങ്കിൽ പോലും ഇഷ്ടപ്പെടും അല്ലേ? കാരണം അവർക്ക് സമയം കൊടുത്തു, ടൈം കൊടുത്തു, അത്രയേ ഉള്ളൂ. അതെന്തും അങ്ങനെ തന്നെയാണ്. ഒരു ഹാബിറ്റ് ആയിക്കോട്ടെ, എന്തും നമ്മള് ചെയ്യാൻ മടിഞ്ഞാണെങ്കിൽ ചെയ്യുമ്പോൾ മടിയായിരിക്കും, പക്ഷെ നമ്മള് ചെയ്യണം. നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ ഉറപ്പിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ അതൊരു ഹാബിറ്റായിട്ട് മാറി. ലൈഫിലൊരു ഹാബിറ്റ് ആണ്. നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരും. അങ്ങനെയാണ്. ഓക്കെ, സോ നമുക്ക് പറ്റാതായിട്ട് ഒന്നുമില്ലാന്നേ. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറയാണ്, എക്സാമിന് വേണ്ടി പേടിക്കണ്ട, ആരും പേടിക്കരുത്. എക്സാം നടക്കട്ടെ, വന്നോട് തെച്ച് കാണും. നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്നു, അതിനിപ്പോ എന്താ? എക്സാം എഴുതാ, അറ്റൻഡ് ചെയ്യാ, മാർക്ക് കുറഞ്ഞോട്ടെ, ഇനിയിപ്പോ എന്താ? മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ പഠിച്ചില്ലെന്നാണ് ഇതിനർത്ഥം ആണോ? ഒരിക്കലല്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. എല്ലാവരും മനുഷ്യന്മാരാണെന്നേ, ഇല്ല ആളുകൾ. ഓക്കെ, ക്ലിയർ? വേറൊരു കാര്യം പറഞ്ഞ നമ്മള് ഇപ്പോ എക്സാമിന് എന്റെ എക്സ്പീരിയൻസ് ആണല്ലോ. എനിക്ക് ഇപ്പോ നമ്മൾ എക്സാമിന് എല്ലാവരും ടീച്ചേഴ്സ് പൊതുവെ എക്സാമിന് അല്ലെ, ഇപ്പൊ ഞാൻ ഇതൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഈ മോക്ക് ടെസ്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യാം? നേരെ പോയി കംപ്ലൈന്റ് ചെയ്യൂ. പ്രെഡിക്റ്റിംഗ് ചെയ്യാം. കാരണം എല്ലാവരും മനുഷ്യന്മാരാ. ഞാനും ഒരു ഹ്യൂമൻ ബീങ് അല്ലേ അല്ലെ? നമുക്ക് തെറ്റ് പറ്റാം, പക്ഷെ എനിക്ക് തെറ്റ് പറ്റിയതായിരിക്കും. അത് ഡയറക്റ്റ്ലി എന്നോട് പറയുകയാണെങ്കിൽ അഡ്രസ്സാണ്. അങ്ങനെയും ചിന്തിക്കാം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റാം. പക്ഷെ ആ മിസ്റ്റേക്സ് ആവർത്തിക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. കറക്റ്റ് ചെയ്യാൻ അത് നമ്മുടെ ഹെഡിൽ പോയിട്ട് പറയേണ്ടി വരും. അതുപോലെ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എങ്ങനെയാണ് എക്സാം, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊരു ചാൻസ് ആണ്. ഇതിൽ മാർക്കും ഒന്നും നോക്കണ്ട. നിങ്ങൾ പഠിച്ചതിന്റെ റിസൾട്ട് അല്ല വരുന്നത്. ആ ഒരു മണിക്കൂർ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തതിന്റെ റിസൾട്ട് ആണ് വരുന്നത്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഈ 3 മാസം പഠിച്ച റിസൾട്ട് അല്ല. അതാദ്യം മനസ്സിലാക്കൂ. അതാദ്യം നിങ്ങൾ റിയലൈസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻ മാറും. നിങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെട്ട് രാത്രി മുതൽ ഇങ്ങനെ റിവിഷൻ ചെയ്യുന്നു, കമന്റ്സ് എഴുതുന്നു, അതിന്റെ റിസൾട്ട് അല്ല ആ ഒരു മണിക്കൂർ കൊണ്ട് വരുന്നേ. ഓക്കെ, മനസ്സിലാക്കൂട്ടോ. അതിന്റെ റിസൾട്ട് വരുന്നത് എപ്പോഴാണെന്ന് അറിയോ? നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ. നിങ്ങൾക്കൊരു ജോലി കിട്ടുമ്പോൾ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കും. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. അതാണ്, അതിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. എക്സാമിന് വേണ്ടി, എക്സാമിന് മാർക്കിന് വേണ്ടിയല്ല. ഓക്കെ, അപ്പൊ ആ ഒരു ടെൻഷൻ നമുക്കിനി വേണ്ട. പഠിക്കുക, എഴുതാ, പാസ്സാവും, കൂളാവും, പറഞ്ഞ് മനസ്സിലാക്കുക, ചിന്തിക്കൂ. നമ്മളെ കുറെയൊക്കെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കേട്ടോ. എന്താണ് നമ്മളെല്ലാം റിയലൈസേഷൻ, അതാണ് ഇമ്പോർട്ടന്റ്. റിയലൈസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും. ഓക്കെ, പതുക്കെ സാവധാനം റിലാക്സ് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാ കാര്യങ്ങളും. ഓക്കെ, ചെയ്യാം. നമുക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം കണ്ടെത്തും. നമ്മൾക്ക് ആലോചിക്കാൻ സമയം വേണ്ടേ? ആലോചിക്കൂ, റിയലൈസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോ ഞാൻ എന്തിനും ടെൻഷൻ അടിക്കുന്നു ഒരു ചോദ്യം ചോദിച്ചു നമ്മളോട് തന്നെ. ഉത്തരം ഉണ്ടാവില്ല അതിന്. കാരണം അറിയില്ല, വെറുതെ ചുമ്മാ ടെൻഷൻ അടിക്കുന്നു. കാരണം ചുമ്മാ ഇരിക്കുകയാണ് നമ്മള്. ചുമ്മാ ഇരിക്കരുത്, വേറെ എന്തെങ്കിലും ചെയ്യൂ. ഒരു ഹാബിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യും. എന്തെങ്കിലും ഒരു ഹാബിറ്റ് അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനൊന്നും സമയം ഉണ്ടാവില്ല.
പേജിന്റെ കാര്യം നിങ്ങൾ PRs വിളിച്ച് ചോദിക്കും, അവര് പറഞ്ഞേ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കേട്ടോ. അപ്പൊ ഇനി ടെൻഷൻ ഒന്നും വേണ്ട, കൂളായോ എല്ലാവരും? ഓക്കെ ആണോ? ഇത് തോന്നുന്നു ഇപ്പൊ ചുമ്മാ എന്തൊക്കെയോ മിസ് വന്നിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കും, ആണോ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ നിങ്ങളെ പോലെ ആയിരുന്നു. ഇപ്പൊ വിദ്യ പറയുന്ന പോലെ മിസ് കൂളാവാൻ നോക്കും, പക്ഷെ കൂളാവില്ല. അത് പ്രാക്ടീസ് ചെയ്യണം. എല്ലാം പ്രാക്ടീസ് ആണ്. നമ്മുടെ മൈൻഡ് ആണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. മൈൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കാം. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വരുന്നത് എന്നോട് വെച്ച് കാണാം. ആ ഒരു മൈൻഡാണ് നമുക്ക് വേണ്ടത്. മാം ഇപ്പൊ മാം പറഞ്ഞിട്ട് എക്സാം ടെൻഷൻ, എനിക്ക് ടെൻഷൻ അങ്ങനെ ടെൻഷൻ എനിക്കില്ല. കാരണം ഞാൻ കൂളായിട്ടിരിക്കുക. കാരണം മാം പറഞ്ഞു ഓപ്ഷൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആൻസർ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അറിയാൻ ക്വസ്റ്റ്യൻ ടിക്ക് ചെയ്ത് പോയാൽ പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അന്നേരം നമ്മളെ മൈൻഡ് ചെയ്ത് നമ്മൾ ടിക്ക് ചെയ്താൽ പോവോ? ശരിയത്തില്ല. പിന്നെ വരുന്ന പിന്നെയല്ലേ മാം നോക്കുന്നേ. ഇപ്പം ഇതിന് ഇതിപ്പം ടെസ്റ്റ് പേപ്പർ പോലെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ കാണുന്നേ. പിന്നെ എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ടിക്ക് ചെയ്ത് പോത്രേ ഉള്ളൂ. അല്ലെ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നാൽ നമുക്ക് ഒന്നും പഠിക്കാനും ഒക്കത്തില്ല, ഒന്നും മൈൻഡിൽ വരുത്തതും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂളായിട്ടിരിക്കുന്നത് നല്ലത് എപ്പോഴും, അല്ലേ മാം? പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ റേഞ്ച് ഉള്ളതൊക്കെ പോയിരിക്കാം എക്സാം എഴുതുമ്പോൾ. റേഞ്ച് മുഖ്യമാണ്. റേഞ്ച് മുഖ്യം വീട്ടിലേക്ക് പോയിരിക്കാം. റേഞ്ച് വേണം. കാരണം എന്തെങ്കിലും ഇത് ക്ലിക്ക് ചെയ്തത് അത് ക്ലിക്ക് ആവണമെന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല. റേഞ്ച് വേണം അവിടെ. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അത്രേ ഉള്ളൂ. കൂളാവാം എല്ലാവരും. പ്രാക്ടീസ് ചെയ്യാം. മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്ത് ആലോചിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓവർ തിങ്കിങ് നല്ലതാട്ടോ. ഞാൻ ഭയങ്കര ഓവർ തിങ്കറാ. ഓവർ തിങ്ക് ചെയ്യാം. ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ടെൻഷൻ അടിക്കുന്നത് കൂടെ ആലോചിക്കാം. എന്തിനു വേണ്ടി ടെൻഷൻ അടിക്കുന്നു? അതും കൂടെ ഒന്ന് ഓവർ തിങ്ക് ചെയ്ത് നോക്കിയേ. ഒന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് തിരിച്ച് ഇങ്ങനെ വരും. ടെൻഷൻ അടിച്ച് കാര്യമില്ല. ഓവർ തിങ്കിന്റെ ആൻസർ അതാണ്. ടെൻഷൻ അടിച്ച് കാര്യമില്ല. അതാണ് വരാനുള്ളത് വഴി തങ്ങില്ല. നമ്മൾ എന്തൊക്കെ ടെൻഷൻ അടിച്ചാലും, നമ്മൾ എത്രയോ ഇരുന്ന് കരഞ്ഞാലും വരാനുള്ളത് വഴി തങ്ങില്ല. അത് വന്നേ തീരും. അങ്ങനെ വിചാരിക്കുവോ? വെറുതെ ഇരുന്ന് ടെൻഷൻ അടിച്ചെന്തിനാ? മഴ വരും എന്ന് പറഞ്ഞ് ഇപ്പോഴേ നമ്മൾ എന്താണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വരട്ടെ, അപ്പം കാണാം. എന്തെങ്ങനെയാ വരട്ടെ, അന്നോടത്ത് വെച്ച് കാണാം. അന്നോടത്ത് വെച്ച് കാണാനുള്ള ധൈര്യം നമുക്കുണ്ട്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം പവർഫുൾ ആണെന്ന്. മനസ്സിലായോ? ഒറ്റയ്ക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിങ്ങൾ കൊണ്ടുപോയി എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആരും സഹായത്തിനില്ല. നിങ്ങൾക്ക് അപ്പോ മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം പവർഫുൾ ആണ്, നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ് എന്ന് നിങ്ങൾക്ക് അപ്പോ മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഈ പറയുന്ന ദേഷ്യവും ടെൻഷനും എല്ലാം നമ്മൾ വളർത്തിയെടുക്കുന്ന, അതിനെ വളർത്തണ്ട, വേണം നിൽക്കുക. ഓക്കെ, ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. അത് മാത്രം നമ്മൾ എടുക്കുക. നെഗറ്റീവ്സേ വേണ്ട ലൈഫിൽ. എന്തിനാ നെഗറ്റീവ്സ്? ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ചിന്തിക്കും നിങ്ങൾ ഇരുന്ന സമയമില്ല. ഒരു ചൂതായിട്ട് എനിക്ക് പോവാം. ഓക്കെ, അപ്പൊ സ്കൂളായാലോ. ഇനി എക്സാം കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം. പറഞ്ഞതൊന്നും മറക്കരുത്. പ്രോപ്പറായിട്ട് പോയി എക്സാം അറ്റൻഡ് ചെയ്യാം. മാർക്ക് ഒന്നും നോക്കണ്ട, ചുമ്മാ കയറാം. സ്റ്റഡി ലീവ് നാളെ ഒരു ക്ലാസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ എക്സാം കഴിഞ്ഞിട്ട് വരൂ, എന്നോട് പറയണം. മൺഡേ വരുമ്പോ എന്നോട് പറയാം. മൺഡേ അല്ലല്ലോ എക്സാം, എന്നായിരുന്നു? 10th ഓക്കെ ഓക്കെ. എക്സാം കഴിയുമ്പോ പറയണം എന്നോട് എങ്ങനെ ഉണ്ടായിരുന്നത് കേട്ടാ. മാർക്ക് ഒന്നും നോക്കണ്ട, വെറുതെ കയറി അടിച്ചിട്ട് എക്സാം എങ്ങനെയുണ്ടെങ്കിൽ നോക്കിയിട്ട് വരാലോ. അത്രയേ ഉള്ളൂ. ആ മൈൻഡ് മതി. ഓക്കെ, താങ്ക് യു. കോൺഫിഡന്റ് ആയിട്ടിരിക്കാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. So thank you all. See you in the next class. Okay, bye. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. Of course, പ്രാർത്ഥിക്കണേ.